നോമ്പ് കാലത്തെ നമ്മുടെ ആത്മീയ യാത്രയിൽ അത്യാർത്തി എന്ന പാപത്തിന് വിപരീതമായി നിൽക്കുന്ന പുണ്യമാണ് ഔദാര്യം. ഔദാര്യം എന്നത് വെറുമൊരു ദാനധർമ്മമല്ല, മറിച്ച് എൻ്റെ പക്കലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിവിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹപ്രകടനമാണ്. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന യേശുവിൻ്റെ വചനം ഔദാര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. നാം മറ്റുള്ളവർക്കായി എന്ത് നൽകുന്നുവോ അത് നഷ്ടപ്പെടുകയല്ല, മറിച്ച് ദൈവം മുമ്പാകെ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് ഒഴുകുന്ന സ്നേഹമാണ് ഔദാര്യം. തനിക്ക് ആവശ്യമുള്ളതിൽ നിന്ന് ബാക്കി വരുന്നത് നൽകുന്നതിനേക്കാൾ തൻ്റെ കുറവിലും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ഔദാര്യം. ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഔദാര്യം ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ മക്കളായ നാം നമ്മുടെ സമയവും കഴിവും സമ്പത്തും മറ്റുള്ളവർക്കായി നീക്കിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. പിശുക്കും സ്വാർത്ഥതയും നമ്മെ ഒരു ഇടുങ്ങിയ വൃത്തത്തിനുള്ളിൽ തളച്ചിടുന്നു. എന്നാൽ ഔദാര്യം നമ്മുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നു. വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയിൽ നിന്ന് മോചിതനായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്മരിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ സഹോദരൻ്റെ കണ്ണുനീർ തുടയ്ക്കാനും എൻ്റെ പക്കലുള്ളത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാനും എനിക്ക് ഉദാരമായ ഒരു ഹൃദയം നൽകണമേ. ആമേൻ.